Item number 9, माननीय श्री सुखांत मजुमदार जी. Honorable Chairman Sir, with your kind permission, I rise to lay on the table of the House the papers mentioned against my name at serial number 9 in today's list of business. Item number 10, माननीय श्री हर्ष मल्होत्रा जी. आदरणीय सभापति महोदय, मैं आपकी अनुमति से आज की कार्यसूची में क्रमांक 10 पर मेरे नाम के सामने उल्लेखित पत्रों को सदन के पटल पर रखना चाहता हूं. माननीय सदस्यगण, नियम 377 के अधीन मामलों के सभा पटल पर रखा जाएगा. जिन सदस्यों को नियम 377 के अधीन मामलों को आज उठाने की अनुमति दी गई है और जो उन्हें सभा पटल पर रखने के इच्छुक है, वे 20 मिनट के भीतर मामले का पाठ व्यक्तिगत रूप से सभा पटल पर भेज दें. केवल उन्हीं मामलों को सभा पटल पर रखा माना जाएगा जिनके लिए मामले का पाठ निर्धारित समय के भीतर सभा. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം ഇന്ത്യൻ അമേരിക്ക വ്യാപാര കരാറിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളമാണ്. വിവരങ്ങളുമായി ആന്റണിയാണ് ചേരുന്നത്. ആന്റണി, എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ പ്രതിപക്ഷം അവിടെ ബഹളം ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും നേരത്തെ 11 മണിക്ക് സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ വലിയ പ്രതിഷേധമാണ് സഭയിലുണ്ടായത്. പിന്നീട് മിനിറ്റുകൾ മാത്രം ചേർന്ന ശേഷം സഭ സ്പീക്കർ നിർത്തിവെക്കുകയായിരുന്നു. ഏതായാലും 12 മണിക്ക് ഇപ്പോൾ സഭാ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ പ്രതിഷേധമൊന്നുമില്ല, സമാധാനപരമായി പോവുകയാണ്, ഒരുപക്ഷെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഈ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ യോഗത്തിൽ ഇതിനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് ഉടൻ തന്നെ ലോക്സഭാ സെക്രട്ടറി ജനറലിന് നൽകും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒപ്പുശേഖരണം, ഈ അവിശ്വാസ പ്രമേയം നൽകുന്നതിന് മുന്നോടിയായുള്ള ഒപ്പുശേഖരണവും തുടങ്ങിയതായുള്ള വിവരങ്ങളുമുണ്ട്. ഏതായാലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഓം ബിർളയ്ക്കെതിരെ ഈ അവിശ്വാസ പ്രമേയ നീക്കം പ്രതിപക്ഷം നടത്തുന്നത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ ബജറ്റ് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ അന്ന് രാഹുൽ ഗാന്ധി മുൻ കരസേനാ മേധാവിയായ MM നരവാനയുടെ ലേഖനം, അതായത് ഈ ചൈനയുടെ ഈ അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ലേഖനവും ആ ഒരു പുസ്തകവും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും സ്പീക്കർ അതിന് അനുമതി, അതായത് സംസാരിക്കാൻ അനുമതി നൽകാതിരിക്കുകയും ചെയ്തിരുന്നു. അത് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ നയിച്ചിരുന്നു. അപ്പോൾ ലോക്സഭ പ്രതിപക്ഷ നേതാവിനെ ഒരു ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടക്കുന്നത്. മാത്രമല്ല അന്ന് ഈ പ്രതിഷേധിച്ച എംപിമാരെ 8 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു പ്രതിപക്ഷത്തിൽ നിന്ന്. ആ എംപിമാരെ സസ്പെൻഡ് ചെയ്ത നടപടികളും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അങ്ങനെ വിവിധ നടപടികൾ ഉയർത്തിക്കൊണ്ട് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് ഓം ബിർളയ്ക്കെതിരായി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കം. രാവിലെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു യോഗം ഈ മല്ലികാർജുൻ ഖാർഗെയുടെ ഈ പാർലമെന്റിലുള്ള ഓഫീസിൽ ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഈ സജീവമായി ഇത്തരം ഒരു നീക്കം അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് ഈ പ്രതിപക്ഷം എത്തിയിട്ടുള്ളത്. അതിന് ഒറ്റക്കെട്ടായി തന്നെ അവർ മുന്നോട്ട് പോകുന്നു. ഏതായാലും നിർണായകമായൊരു നീക്കം ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. ഏതായാലും അത് ഉടൻ തന്നെ നൽകാനുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത്. നമുക്ക് ഈ ബജറ്റ് നന്ദി പ്രസംഗത്തിൽ ലോക്സഭയിൽ ചർച്ച നടന്നിട്ടില്ല. അത് അസാധാരണമായൊരു കാര്യമാണ്. അതിന് പകരം അത് ചർച്ച കൂടാതെ പാസ്സാക്കുകയും ചെയ്തു. പിന്നീട് രാജ്യസഭയിലാണ് പ്രധാനമന്ത്രി ഈ നന്ദി പ്രമേയത്തിന്
നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയത്തിന് മറുപടി നൽകിയത്. ഏതായാലും അതൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഇപ്പോൾ പ്രതിപക്ഷം നീക്കം നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ലോക്സഭ ഇന്നും വളരെ വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് രാവിലെ ആദ്യം ലോക്സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷം അപ്പോൾ തന്നെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം തുടരുന്നത്. അതിൽ പ്രധാനമായും പ്രതിപക്ഷം ചോദിക്കുന്നത് ഒരു കാര്യമാണ്, ഈ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയോ അല്ലെങ്കിൽ നിർത്തുമോ എന്നുള്ള കാര്യത്തിൽ വിശദമായൊരു വിശദീകരണം വേണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷം ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അത് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഏതായാലും വലിയ പ്രതിഷേധം 11 മണിക്ക് ഉണ്ടായി. 12 മണി വരെ സ്പീക്കർ ഓം ബിർള സഭ നിർത്തിവെച്ചു. ഏതായാലും സഭാ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളമാണ്. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജിസ്റ്റോർജാണ്.